അടുത്തതായ ദിവസങ്ങളിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. ഒരു പവൻ വാങ്ങാൻ പണിക്കൂലിയടക്കം 1 ലക്ഷം രൂപയും കടക്കുമെന്ന സ്ഥിതിയായിരുന്നു വന്നത്. എന്നാൽ രാജ്യാന്തര വില തുടർച്ചയായി പിന്നോട്ടടിച്ചതോടെ കേരളത്തിൽ സ്വർണ്ണവില കുറച്ചാശ്വാസത്തിലേക്കെത്തി. US-ചൈന വ്യാപാര കരാറിൽ പ്രതീക്ഷ പുലർത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളോടെ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം എന്ന ഡിമാൻഡ് കുറഞ്ഞു. വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷമുള്ള ലാഭമെടുപ്പാണ് വില കുറയാനുള്ള മറ്റൊരു കാരണം. ഡോളർ കരുത്താർജിക്കുന്നതും സ്വർണത്തിന് തിരിച്ചടിയാണ്. ഡോളർ സൂചിക ഉയർന്നതോടെ മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് ചിലവേറിയ കാര്യമാകും. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കും. അതേസമയം ഫെഡറൽ റിസർവ് പണനയ യോഗം ചേരുന്നുണ്ട്. ഇതിൽ 0.5% പലിശ കുറയ്ക്കുമെന്നാണ് വിപണിയിലെ പ്രതീക്ഷ. എന്നാൽ പലിശ താഴുമെന്ന സൂചന സ്വർണത്തിന് നേട്ടമാകും. കാരണം പലിശ നിരക്ക് കുറഞ്ഞാൽ ബാങ്ക് നിക്ഷേപം, ട്രഷറി നിക്ഷേപം എന്നിവയോടുള്ള താൽപര്യം കുറയും. ഇത് ഡോളറിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഡോളർ തളരുമ്പോൾ സ്വർണം വാങ്ങൽ ട്രെൻഡും ഗോൾഡ് ETF-ലെ നിക്ഷേപ താൽപര്യവും കൂടും. ഇത് ഫലത്തിൽ വില കൂടാനാണ് വഴിയൊരുക്കുക. അതായത് സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇനിയും തുടരും.